എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇപ്പം ഞങ്ങളുള്ളത് ഡൽഹൌസിക്കടുത്തുള്ള മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് ഹിമാചൽ എന്നറിയപ്പെടുന്ന ഖജിയാറിലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഹിമാചലിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ദേയ്കുണ്ട് പീക്കിലേക്ക് എത്തിയിരിക്കുകയാണേ. അപ്പോൾ വരുന്ന വഴിയിലത്തെ കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ വഴിയൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ദേയ്കുണ്ട് പീക്കിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ദേയ്കുണ്ട് പീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 2 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് പോകുമ്പോഴാണ് അവിടെ എത്തുന്നത്. ഇപ്പോൾ ഈ ഗേറ്റ് കണ്ടില്ലേ, ഗേറ്റ് അല്ല, ഒരു കമാനം. അത് ഈ ദേയ്കുണ്ട് പീക്കിൽ നമ്മൾ ട്രക്ക് ചെയ്ത് ചെല്ലുമ്പോൾ ഏറ്റവും മുകളിൽ ഫോലാനി മാതാ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ദേവി മന്ദിറുണ്ട്. അപ്പോൾ അതിൻ്റെ കമാനമാണ് അവിടെ. അപ്പം നമ്മൾ ഈ 2 മണിക്കൂർ ട്രക്ക് ചെയ്ത് ചെല്ലുന്നത് ഈ അമ്പലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ചമ്പ ഡിസ്ട്രിക്റ്റ് മുഴുവനായിട്ട് കാണാമെന്നാണ് പറയുന്നത്. അത് എവിടെ ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വടിയൊക്കെ തരും, വടി യൂസ് ചെയ്ത് ട്രക്ക് ചെയ്ത് പോവാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2755 മീറ്റർ, അതായത് 9038 അടി ഉയരത്തിലാണ് ഈ ദേയ്കുണ്ട് പീക്ക്. ആക്ച്വലി ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ വൈകിട്ട് ഏകദേശം 4:30 സമയം, സൺസെറ്റിനുള്ള സമയം. ഇപ്പോൾ നമ്മൾ മുകളിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസെറ്റും കിട്ടും. ഇവിടെ ഇതിൻ്റെ താഴേക്കായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അടുത്തൊരു എഫോ സ്റ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡ്രോണൊന്നും അലോഡല്ല. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഡ്രോണൊന്നും അലോഡല്ല, നോർമൽ മൊബൈൽ ക്യാമറ അലോഡാണ്, അല്ലാണ്ട് പ്രൊഫഷണൽ ക്യാമറയും ഡ്രോണും ഒന്നും അലോഡല്ല, ഡിഫൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ കടകളൊക്കെ ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വിചാരിച്ചാൽ മോസ്റ്റ്ലി ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നും വർക്ക് ആവില്ല, നെറ്റ് ഇല്ലാത്ത കാരണം. ഞങ്ങൾ ഹനിക്ക് ബിസ്ക്കറ്റും ചായയും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് മനസ്സിലായത്, നെറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ പേയ്മെൻറ്റ് ആപ്പ് ഒന്നും വർക്ക് ആവില്ല, അത്രയും സിഗ്നൽ സ്ട്രെങ്ത് കുറവാണ്. നമ്മൾ ഇത്രയും പൊക്കത്തിലല്ലേ നിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ കയ്യിൽ ക്യാഷ് കയറുന്നതാണ് നല്ലത്. ചായ കുടിക്കാം ഹനി, തണുപ്പത്തൊരു ചായ. ഹനി എന്ത് കുടിച്ചോ? കുടിച്ചോ? നല്ല തണുപ്പത്ത്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പിടിക്കുന്നു. ഹനി പുതിയ ഗ്ലൗസും സോക്സ് ഒക്കെ വാങ്ങിച്ച സുന്ദരി. എൽച്ച ഗ്ലൗസിലൊക്കെയാ ഇവിടെ എത്തിയപ്പം താഴെയുള്ളതിനേക്കാളും നല്ല തണുപ്പായിരുന്നേ. അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഹനിക്ക് ഒരു എക്സ്ട്രാ ക്യാപ്പും ഗ്ലൗസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇത് ഖജിയാറിന് നമ്മൾ തിരിച്ച് ഡൽഹൌസിയിലേക്ക് വരുന്ന വഴിക്കുന്ന് ഒരു ഡൈവേർഷൻ എടുത്തിട്ടാണ് ഈ ദേയ്കുണ്ട് പീക്കിലേക്ക് വരേണ്ടത്. അപ്പോൾ പറഞ്ഞല്ലോ, സമയം ഇത്രയും 4:30 കഴിഞ്ഞു, നല്ല തണുപ്പായിരുന്നു. പിന്നെ ഹനിനെയും കൊണ്ട് അത്രയും അപ്പ് ആൻഡ് ഡൗൺ ഒരു 3 to 4 hours ട്രക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രയും തണുപ്പത്ത് അത് ചെയ്യുന്നത് പോസിബിൾ അല്ലാത്ത കാരണം ഞങ്ങൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ സൈഡിൽ ഒക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണുന്നില്ല, ഇവരെല്ലാവരും മുകളിലേക്ക് ട്രക്ക് ചെയ്യാൻ പോയവരാണേ. അപ്പോൾ അവിടെ പോയാൽ മുഴുവൻ ചമ്പ ഡിസ്ട്രിക്റ്റ് കാണാം. പിന്നെ രാവിലെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു സൺറൈസും, വൈകിട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു സൺസെറ്റും കാണാം. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അത്രയും അഡ്വൈസബിൾ ആയിരിക്കില്ല, കാരണം അത്രയും ദൂരം ട്രക്ക് ചെയ്ത് പോകണ്ടേ. പക്ഷെ എന്നാലും ഇവിടെ വരെ വന്നാലും ഇതേ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഇതൊക്കെ ആ പോകുന്ന വഴിയിലുള്ള മലകളാണ്. കുറേ ദൂരെ കാണുന്നത് ഈ ധോലുധാർ മൗണ്ടൻ റേഞ്ചിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ മുകളിൽ ചെല്ലുമ്പോൾ ഒരു മാതാ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഫോലാനി മാതാ ടെമ്പിൾ. അത് ദേവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു അമ്പലമാണ്. അവിടെ തൃശ്ശൂലാണ് ദേവിയുടെ സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്നത്. ദേയ്കുണ്ട് പീക്ക് എന്നുള്ള പേര് വരാൻ കാരണം ഹിമാചലി ഭാഷയിൽ ദേ എന്ന് പറഞ്ഞാൽ വിച്ചസ്, അതായത് ദുഷ്ടശക്തികളും, കുണ്ട് എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സ്ഥലം നേരത്തെ ഇതേപോലെയുള്ള ദുഷ്ടശക്തികളുടെ അധീനതയിലായിരുന്നു. അപ്പോൾ ആ ദുഷ്ടശക്തികളിൽ നിന്നും ഇവിടുത്തെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ദേവി തൃശ്ശൂലായി നിൽക്കുന്ന ഒരു കുട്ടിയുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ലേക്ക് ഓഫ് വിച്ചസ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ സ്ഥലം ദേയ്കുണ്ട് പീക്ക് എന്ന് അറിയപ്പെടുന്നത്. ഞങ്ങളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മളിപ്പോൾ പോകുന്നത്, നേരത്തെ ഖജിയാറിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു ബീജീസ് പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഈ പീർപ്പാഞ്ചൽ മലനിരകളുടെയൊക്കെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈവനിങ് ടൈമും കൂടി ആയതുകൊണ്ട് മലകളൊക്കെ നല്ല ഭംഗിയിൽ
നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് എല്ലാ ഹിൽ സ്റ്റേഷനിലും നമ്മൾ പോകുമ്പോഴും അത്രയും നല്ല പ്ലസൻറ്റ് വെതറും ക്ലീൻ എയറുമാണ്. അപ്പോൾ നമുക്കൊരു എയർ പൊല്യൂഷനൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റും, നന്നായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് ഒരു ഹിൽ സ്റ്റേഷൻ ജേണിയിൽ കൂടെ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ നേച്ചർ ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു എന്താണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. അപ്പോൾ ഇത് കാണുന്നില്ലേ, ആകാശത്തിൻ്റെ നിറമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, റെഡ്, ഓറഞ്ച്, ബ്ലൂ ഒക്കെ. നമുക്കിതൊന്നും എത്ര കണ്ടാലും മതിയാവാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് ഓരോ ഹിൽ സ്റ്റേഷൻ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത്. അതിപ്പോൾ ധരംശാലയായാലും ഡൽഹൌസിയിലായാലും ഗാങ്ടോക്കിലോ ഷില്ലോങ്ങിലോ ഒക്കെ ആയാലും നമുക്ക് എല്ലാ ഹിൽ സ്റ്റേഷൻസും വേറെ വേറെ പക്ഷെ സുഖമുള്ള എക്സ്പീരിയൻസാണ് തരുന്നത്. നമുക്ക് ദേക്കുണ്ട് പീക്കിൽ ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റാത്തതിൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കതൊക്കെ ഇത്തിരി സന്തോഷം തരുന്നുണ്ട്. ഇപ്പോൾ അവിടെ വരെ പോയില്ലെങ്കിലും നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് പ്രകൃതി തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ ഈ വഴിയിലൊക്കെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് വ്യൂ പോയിൻറ്റ്സും പിന്നെ കടകളും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഇങ്ങനത്തെ കുട്ടി കുട്ടി കടകൾ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു മാഗിയെങ്കിലും കിട്ടും. ഈ പഹാഡി മാഗി എന്ന് പറയുന്നത് കുറച്ച് ഫേമസുമാണ് അതിന് വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഓൺലൈൻ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് റേഞ്ച് ഉണ്ടാവണമെന്നില്ല. അപ്പം അത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കയ്യിൽ പൈസ കരുതുന്നത് കുറച്ച് നല്ലതായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന്. ഈ ദേക്കുണ്ട് പീക്കും അങ്ങോട്ട് പോകുന്ന വഴികളും ഒക്കെ ഇങ്ങനെ ദേവദാരു വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഡൽഹൌസിയിലും കൂടുതലായിട്ടും കാണുന്നത് ദേവദാരു തന്നെയാണ്. അങ്ങനെ ഞങ്ങളിത് ബീജീസ് പാർക്കിലെത്തിയിരിക്കുകയാണ്. ഇത് ഡൽഹൌസി കജിയാർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡിഫൻസ് പാർക്കാണ് ബീജീസ് പാർക്ക്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡൽഹൌസി പബ്ലിക് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് ഈ പാർക്കും സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ, അതായത് നേവി, ആർമി, എയർഫോഴ്സ്, 3 ഫോഴ്സസിൻ്റെയും സാക്രിഫൈസിനെ മുൻനിർത്തി അവരെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാർക്കാണിത്. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ, ഇവിടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, ഒറിജിനൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡൽഹൌസി പബ്ലിക് സ്കൂളിൻ്റെ ചെയർമാനും ഡയറക്ടറുമായ റിട്ടയർഡ് ക്യാപ്റ്റൻ GS ധില്ലൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്തുണ്ടാക്കിയ പാർക്കാണ് ഈ ബീജീസ് പാർക്ക്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള 2 ടോർപിഡോ, ഒരു MiG-21 എയർക്രാഫ്റ്റ്, പിച്ചോറ മിസൈൽസ്, T-55 ആർമി ടാങ്ക്, അതൊക്കെ ഇവിടെ പാർക്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാർക്ക് ഇനാഗുറേറ്റ് ചെയ്തത് ആ സമയത്തെ നേവി ചീഫായിരുന്ന അഡ്മിറൽ സുനിൽ ലാംബയാണ് 2016 ഒക്ടോബർ 15-ന്. ഈ കാണുന്നത് 106 mm RCL ഗണ്ണാണ് ജീപ്പിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ 2 ഗൺസ് ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന 2 സർഫേസ് ടു എയർ പിച്ചോറ മിസൈൽസ് ഉണ്ട്. പിന്നെ ഒരു MiG-21 എയർക്രാഫ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ആങ്കർ ഉണ്ട്, ഒരു സബ്മറൈൻ ഉണ്ട്, പിന്നെ ഒരു T-55 ടാങ്ക് ഉണ്ട്. പിന്നെ ഇദ്ദേഹം നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചേതക് ഹെലികോപ്റ്ററിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി കൂടി ഇന്ത്യൻ എയർഫോഴ്സ് ചീഫിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം നമ്മൾ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു MiG-21 എയർക്രാഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ആ MiG-21 എയർക്രാഫ്റ്റിൻ്റെ മുന്നിലേക്കാണ്. ഈ MiG-21 എയർക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതും ഇനാഗുറേറ്റ് ചെയ്തതും ആ സമയത്തെ എയർ ചീഫായിരുന്ന NAK ബ്രൗണിയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ചെയർമാനും ഡയറക്ടറുമായ റിട്ടയർഡ് ക്യാപ്റ്റൻ ധില്ലൻ്റെ അമ്മയായ ചരൺജിത്ത് കൗറിൻ്റെ ആശയമായിരുന്നു ഇങ്ങനെയൊരു പാർക്ക്. അപ്പം അവരെ ഇദ്ദേഹം സ്നേഹത്തോടെ BG എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇതിന് നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള T-55 ആർമി ടാങ്കിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, MiG-21 ആയാലും പിച്ചോറ മിസൈലായാലും ടാങ്ക് ആയാലും ഒക്കെ ഡിഫൻസ് ഫോഴ്സസ് ഒറിജിനലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ഡിസ്മാൻഡിലായപ്പോൾ പാർക്കിന് വേണ്ടി
സംഭാവന ചെയ്തതാണ്. ഇപ്പോൾ ഈ T-55 ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്തതും ഇനാഗുറേറ്റ് ചെയ്തതും ആ സമയത്തെ വെസ്റ്റേൺ ആർമി കമാൻഡർ ആയിരുന്ന ലഫ്റ്റനൻറ്റ് ജനറൽ KJ സിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു ബാറ്റിൽ ടാങ്ക് ആയിരുന്നു. അത് അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇപ്പോൾ ഈ കാണുന്ന സബ്മറൈനില്ലേ, അത് ഇൻസ്റ്റാൾ ചെയ്തത് ലേറ്റ് വൈസ് അഡ്മിറൽ ശ്രീകാന്ത് ആയിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണേ. ഇനി നമ്മൾ പോകുന്നത് ഇപ്പോൾ ഈ ടാക്സി ഡ്രൈവർ നമ്മളെ കാണിക്കാമെന്ന് പറഞ്ഞ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ പഞ്ച്പുല മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഗാന്ധി ചൗക്കിൽ നിന്ന് 3.5 കിലോമീറ്ററാണ് മാർക്കറ്റിലേക്കുള്ള ദൂരം. അപ്പോൾ അതും കൂടി കണ്ടിട്ട് അദ്ദേഹം ഞങ്ങളെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഗാന്ധി ചൗക്കും അതിനോടനുബന്ധിച്ച മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.